കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിഭജന ഭീതി സ്മൃതി ദിനം ആചരിക്കുകയാണ്. ഭാരത വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയത്തിലേക്ക് നമ്മുടെ ഈ സെമിനാർ അർത്ഥപൂർണമായി മാറുന്നത് മാഷിന്റെ പ്രഭാഷണത്തിൽ കൂടിയായിരിക്കും. ഞാൻ എങ്ങനെ തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് സ്വാഗതം പറയുന്ന കൂട്ടത്തിൽ അനുരാജ് രാജ്യസഭയിലെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചത്. അതിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കേരള എന്നതിനെ കേരളം ആക്കി മാറ്റിയത് നിയമ സാധുതയോടുകൂടി നമ്മുടെ നാടിന് സമർപ്പിക്കാനുള്ള ബില്ലായിരുന്നു. ഇന്നലെ അതിന്റെ തലേ ദിവസം ലോക്സഭയിലും ഇന്നലെ രാജ്യസഭയിലും അവതരിപ്പിച്ചത്. ആ ബില്ലിൽ പങ്കെടുത്തുകൊണ്ട്, ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം സംസാരിച്ചത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കോൺഗ്രസിലെ MP ആയിട്ടുള്ള ബഹുമാന്യ സഹോദരി ജെബി മേത്തറാണ്. രണ്ടാമതാണ് ഞാൻ സംസാരിച്ചത്. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടിയിൽപ്പെട്ട MP-മാർ അവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിൽ നിന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന സങ്കല്പം അനുസരിച്ച് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മാർക്സിയൻ ചിന്താധാരകളുടെ വക്താക്കളായിട്ടുള്ള MP-മാരിൽ ഒരാൾ ശ്രീ A റഹീം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, പാർലമെന്റിൽ നല്ല സൗഹൃദം പങ്കിടുന്നവരാണ്. കേരളത്തിലെ MP-മാരെല്ലാവരും, അതായത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളായാലും ഈ പറയുന്ന ജെബി മേത്തർ ആവട്ടെ, ജോസ് കെ മാണി ആവട്ടെ, നല്ല സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. ആ സൗഹൃദത്തെ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. റഹീം സംസാരിക്കുമ്പോൾ കേരളമായതിനെ കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സേലം ജയിലിനെ കുറിച്ചാണ് തുടങ്ങിയത്. സേലം ജയിലിൽ ബ്രിട്ടീഷ് പോലീസിന്റെ കിരാതമായ മർദ്ദനത്തിന് വിധേയമായ 4 തടവുകാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ 4 പേരുടെ പേരും അദ്ദേഹം പരാമർശിച്ചു. അതിൽ 2 പേർ ഹിന്ദു നാമധാരികളും മറ്റ് 2 പേർ മുസ്ലിം മതവിശ്വാസികളും ആയിരുന്നു. അപ്പൊ അതിൽ കണ്ണൻ നായർ എന്നു പേരുള്ള ആളും മറ്റൊരു പേരുള്ള 2 ഹിന്ദുക്കളായിട്ടുള്ള 2 തടവുകാര്, 2 മുസ്ലിം തടവുകാര്, ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പൊ റഹീം അവിടെ വൈകാരികമായി പറയുകയാണ്, 2 പേരെ ഒരുമിച്ച് തൂക്കാനാണ് വിധിച്ചത്. എനിക്കറിയില്ല, അങ്ങനെയാണ്. ഒരുപക്ഷെ അഹമ്മദ് മാഷിക്ക് അറിയാമായിരിക്കും. ഒരാളെയല്ലേ ഒരു സമയത്ത് തൂക്കാൻ പറ്റുള്ളൂ. ഒരു തൂക്കുകയറിൽ ഒരാളെ തൂക്കുന്നു, അടുത്ത ആളെ തൂക്കുന്നു, അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 2 പേരെ ഒരുമിച്ച് തൂക്കാൻ തീരുമാനിച്ചു. ആദ്യം 2 ഹിന്ദു നാമധാരികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കാൻ വിധിച്ചു. പിന്നീട് 2 മുസ്ലിം നാമധാരികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കാൻ വിധിച്ചു. അപ്പൊ ആ കൂട്ടത്തിൽ കണ്ണൻ നായർ എന്നു പേരുള്ള ധീരനായ വിപ്ലവകാരി പറഞ്ഞു, എന്നോടൊപ്പം മറ്റൊരു ഹിന്ദു നാമധാരിയെ തൂക്കുന്നതിന് പകരം ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളെ എന്റെ കൂടെ തൂക്കണം. അങ്ങനെ ഞങ്ങളെ ഹിന്ദുവും മുസ്ലിമും എന്ന നിലയ്ക്കുള്ള പട്ടിക തിരിച്ച് തൂക്കിക്കൊല്ലണം എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ആ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് ഞാൻ. ചർച്ച കേരളമായതാണ്, പക്ഷെ വിഷയം സേലം ജയിലിലെ തൂക്കിക്കൊല്ലലാണ്. നോക്കൂ, ശരിയായിരിക്കാം, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഒരു ചോദ്യം ഉയരുകയാണ്. അതിനുശേഷമാണല്ലോ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ മനസ്സ് തൂക്കിലേറ്റാൻ നേരത്തും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിക്കൊല്ലാൻ ആവശ്യപ്പെട്ട പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്ന റഹീമിന്റെ പ്രസ്ഥാനം. രാഷ്ട്ര വിഭജനത്തെക്കുറിച്ച് സ്വീകരിച്ച നിലപാടെന്താണ്? ഈ മനോഭാവം, ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നുള്ള ഉജ്ജ്വലമായ മനോഭാവം എന്തുകൊണ്ടാണ് രാഷ്ട്ര വിഭജനം എന്ന ദുരന്തത്തിൽ നിന്ന് ഭാരതത്തെ രക്ഷപ്പെടുത്താതിരുന്നത്? ഇത് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യമല്ലേ?
ഈ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടെന്താണ്? വിഭജനത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളുടെ സ്വയം നിർണയാവകാശമാണ് പാകിസ്ഥാൻ വാദം. 16 ഉപദേശീയതകളെ കുറിച്ച് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പുസ്തകം എഴുതി. അതിനൊപ്പം മറ്റൊന്നുകൂടി ചേർത്തു, ബലൂചിസ്ഥാനും കൂടി ചേർത്തു. അങ്ങനെ ഉപദേശീയതകളുടെ ഒരു സംഘാതമാണ് ഈ ഭാരതം. ആ ഉപദേശീയതകളെ പ്രതിനിധാനം ചെയ്യുന്ന സ്വയം നിർണയാവകാശം എന്നതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് പാകിസ്ഥാൻ വാദം എന്ന വ്യാഖ്യാനം രചിച്ചുകൊണ്ട് വിഭജനത്തെ അനുകൂലിച്ചവരാണ്. അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ മേന്മ അവകാശപ്പെടാൻ സാധിക്കുക? അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ സെമിനാറിന്റെ വിഷയം വിഭജന ഭീതി ദിനത്തിൽ നമ്മൾ വിഭജനത്തിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ആ അനന്തരഫലങ്ങൾ ഒന്നാണ് ഇന്നലെ രാജ്യസഭയിൽ കണ്ടത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് എന്താണ് യഥാർത്ഥ ചരിത്രമെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള അവസരത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആ അവസരങ്ങളിലെല്ലാം നമ്മുടെ നാടിന്റെ തനത് സംസ്കാരത്തെ, ശ്രേഷ്ഠ പാരമ്പര്യത്തെ വിലയിടിച്ച് കാണിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നത് കാണുകയാണ്. അത് വിഭജനത്തിന്റെ അനന്തരഫലങ്ങളിൽ ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ വിഭജനവുമായി ബന്ധപ്പെട്ട് 3-4 പേരുകളെങ്കിലും നമ്മൾ ഓർക്കാറുണ്ട്. വീര സവർക്കറെ കുറിച്ച് ഓർക്കാറുണ്ട്, മഹാത്മാഗാന്ധിജിയെ കുറിച്ച്, മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഓർക്കാറുണ്ട്, അനേകം ആളുകളെ ഓർക്കാറുണ്ട്. പക്ഷെ ഈ 4 പേരെ കുറിച്ചെങ്കിലും നമ്മൾ ഓർത്തിരിക്കും പലപ്പോഴും. വീര സവർക്കറെ കുറിച്ച് പറയുമ്പോഴാണ്, ഇന്നലെ രാജ്യസഭയിൽ ഞാൻ സംസാരിക്കുമ്പോൾ വീര സവർക്കറെ പരാമർശിച്ചു. അതിന്റെ കാരണവും പശ്ചാത്തലമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിലാണ് മലയാളികളായ ഞങ്ങൾ എല്ലാ എംപിമാരും സംസാരിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ രാജ്യസഭയില് ഏത് ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും മറ്റെംപിമാർക്ക് അവരവരുടെ മാതൃഭാഷയിൽ അപ്പോൾ തന്നെ കേൾക്കാൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കി കഴിഞ്ഞു നമ്മുടെ 2 സഭകളിൽ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എംപിമാരുടെ ഒരു വർക്ക്ഷോപ്പ് നടന്നിരുന്നു. ആ വർക്ക്ഷോപ്പിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ജി പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാതൃഭാഷയിൽ സംസാരിക്കണം എന്നാണ് സഭയിൽ. അപ്പൊ എന്തായാലും ഇന്നലെ കേരളമായുള്ള വിഷയം എന്നുള്ളത് കൊണ്ട് എല്ലാവരും മലയാളത്തിൽ സംസാരിച്ചു. ഒരുപക്ഷെ ഈ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഈ ചെവിയിലേക്ക് വരുന്ന ട്രാൻസ്ലേഷൻ അത് വേണ്ട പോലെ ചിലപ്പോൾ ആയി എന്ന് വരില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സഭ എന്ന് പറയുന്നതിന് ഹൗസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാൻ. ആ ഹൗസ് ചെവിയിൽ വെച്ച് ട്രാൻസ്ലേഷൻ വരുമ്പോൾ വീട് എന്നാണ് പറയാറ്. ട്രാൻസ്ലേഷൻ നടത്തുന്ന ആ സംവിധാനം, AI സംവിധാനം. ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഈ വീട്ടിൽ ഉണ്ടാക്കിയ നിയമമാണ് എന്നൊക്കെയാണ് പറയാ. അപ്പൊ സഭ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഹൗസ് എന്ന പ്രയോഗത്തിന് വീടാണ് AI ട്രാൻസ്ലേറ്റർ നമ്മുടെ മുമ്പിൽ. ഏതായാലും അതെല്ലാവർക്കും നേരത്തെ അറിയാവുന്നതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ എന്നാലും മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ ഒരു പക്ഷേ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല എന്നൊരു പരിമിതി അതിനുണ്ട്. അതെന്തായാലും ആവട്ടെ. അപ്പൊ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഞാൻ വരുന്ന അതിലേക്കാണ്. വീര സവർക്കർ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറെക്കാലം, ഏറ്റവും അധികം കാലം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ദേശാഭിമാനിയായ സ്വാതന്ത്ര്യ സമര നായകൻ ആര് എന്നൊരു ചോദ്യം കാസർഗോഡ് ജില്ലയിൽ ഒരു ക്വിസ് പരിപാടിയിൽ ഉയർന്നു. വീര സവർക്കർ എന്നാണ് ഉത്തരം. ആ ചോദ്യപേപ്പർ പുറത്തു വന്നതോടുകൂടി വലിയ വിവാദമാണ്. സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഈ കേരളത്തിൽ സമ്മതിക്കില്ല, അനുവദിക്കില്ല. കാരണം എന്താണ്? സവർക്കർ ഷൂ നക്കിയ ആളാണ്. അതായത് സവർക്കർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് ഈ നടന്നു പോകുന്ന ഷൂ ഒക്കെ ഇട്ട് നടന്നു പോകുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ഷൂ ഒന്ന് നക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് അദ്ദേഹം ആദ്യം കണ്ട ഓഫീസറെ വിളിച്ചെടുത്തി, സർ ഞാനൊന്ന് നക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നക്കി എന്നുള്ളതല്ലേ നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. ഷൂ നക്കി. ഈ ഷൂ നക്കൽ പ്രയോഗം നമ്മുടെ കേരളത്തിൽ വ്യാപകമായത് എപ്പോഴാണ്? കാലാപാനി എന്ന സിനിമ വന്നപ്പോൾ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ മോഹൻലാൽ ആ ജയിലിലെ ഏറ്റവും ക്രൂരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഷൂ
നക്കുന്ന ഒരു രംഗമുണ്ട്. ഈ ഗോവർദ്ധൻ വീര സവർക്കറുടെ പ്രതിബിംബമാണ് എന്നാണ് എല്ലാവരും ധരിച്ചത്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, അതായിരിക്കാം ആ കഥാകൃത്ത് ഉദ്ദേശിച്ചത്. അതിനുശേഷമാണ് വീര സവർക്കർ ഷൂ നക്കിയാണ് എന്നൊരു പ്രയോഗം വന്നത്. പിന്നെ വീര സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു. അതും അദ്ദേഹം വീട്ടിൽ നിന്നുള്ള നിർബന്ധം, നാട്ടുകാരിൽ നിന്നുള്ള, പിന്നെ അദ്ദേഹത്തിനും